നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രവതാ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. അപ്പോൾ ഒരു കാലത്ത് ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ പ്രതികളായിരുന്നു. ഈ നിതിൻ അഗർവാളും ഞാൻ പറഞ്ഞല്ലോ, കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ഭാഗമായിട്ടുള്ള DYFI നടത്തിയിട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ CPMൻ്റെ ഏരിയ സെക്രട്ടറി സഖാവ് M. സുകുമാരനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ. അപ്പോൾ അന്ന് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഗവൺമെൻറ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ DGPയെ നിശ്ചയിച്ചിരിക്കുന്നു. താങ്കൾ 2 തവണ പറഞ്ഞത് രാഷ്ട്രീയ തീരുമാനമുള്ള ഭരണതലത്തിലുള്ള തീരുമാനം. അതെ. ഈ സ്വാഭാവികമായിട്ട് ഒരു സുപ്രധാന പദവിയിലുണ്ടാകുമ്പോൾ അത് പാർട്ടി കൂടി ആ കാര്യങ്ങളിൽ ഒരു ആലോചന നടക്കേണ്ടതല്ലേ, അതോ നടക്കാറില്ലേ? അല്ല, അത് സംബന്ധിച്ച് നയപരമായ കാര്യങ്ങളാണല്ലോ പാർട്ടി തീരുമാനിക്കുക. ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ് തീരുമാനിക്കുക. ഇപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചതായിട്ടാണ് നിങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ അല്ല, അതിൽ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള മെറിറ്റ് പരിശോധിക്കാൻ ഞാൻ അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളല്ല. പക്ഷേ വന്ന പേരുകളിൽ 2 പേർക്കെതിരായിട്ട് അന്ന് CPIയും അതുപോലെ തന്നെ DYFI പോലുള്ള സംഘടനകളും ഒക്കെ എതിർ നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. മറ്റൊരു വിഷയം, കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരു വിമർശനം പേരെടുത്ത് പറഞ്ഞ് തന്നെ ഉയർത്തിയെന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് RSS സൗഹൃദ പരാമർശം നടത്തിയത് പാർട്ടിക്ക് ദോഷകരമാണ്. അതൊരു പാർട്ടി പ്രവർത്തകൻ്റെ ഭാഗത്തു പോലും ഉണ്ടാകാൻ പറ്റാത്ത ഒരു പരാമർശം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായതുകൊണ്ട് അങ്ങ് പേരെടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ആ വാർത്തകൾ ഉണ്ടായിരുന്നത്. അല്ല, ഇതിലിപ്പോൾ നിങ്ങൾ CPMൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. മറ്റ് പാർട്ടികളെ പോലെയുള്ളൊരു പാർട്ടിയല്ല CPIM. അതിന് കൃത്യമായിട്ടുള്ള സംഘടനാ നിലപാടുകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജൈവപരമായിട്ടുള്ള ഒരു സ്വഭാവവിശേഷമാണ് പാർട്ടിക്കകത്ത് വിമർശനവും സ്വയം വിമർശനവും. അത് പാർട്ടിക്കകത്ത് നടത്തേണ്ടതാണ്, പുറത്ത് നടത്തേണ്ടതല്ല. അപ്പോൾ അതുകൊണ്ട് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കുമ്പോൾ മഹാഭൂരിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളാണ്. CPM വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ സമീപനമുള്ള മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ CPMനോടൊപ്പമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചർച്ച നടന്നു, അങ്ങനെ ചർച്ച നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്നുണ്ട്. അതിനോടൊന്നും പ്രതികരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതായത് വിമർശനവും സ്വയം വിമർശനവും എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജൈവപരമായിട്ടുള്ള സ്വഭാവവിശേഷം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആരും വിമർശനത്തിന് അതീതരല്ല. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെല്ലാം സത്യസന്ധമാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. കാരണം പല വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും വസ്തുതാപരമായിട്ട് ശരിയായിരിക്കുകയില്ല. പക്ഷേ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി എടുത്ത ഏകകണ്ഠമായൊരു തീരുമാനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലെ CPMൻ്റെ സെക്രട്ടറി പദവിയിലിരിക്കുന്ന ആളുകൾ ആരാണോ അവർക്കെല്ലാം എതിരായിട്ട് ഇതുപോലെയുള്ള മാധ്യമ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ പ്രചരണ കടന്നാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരുന്ന ഈ വാർത്തകളും അത് വിവാദമാക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമവും. ഇത് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ DGP നിയമനത്തിന് 3 പേരുകളായിരുന്നല്ലോ കൊടുത്തത്. ഇതിൽ യോഗേഷ് ഗുപ്ത ഉണ്ടായിരുന്നു, നിതിൻ അഗർവാൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ റവാഡ ഉണ്ടായിരുന്നു. ഈ 3 പേരുകളാണ് കൊടുത്തത്. എന്തുകൊണ്ട് യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കി എന്നുള്ളത് അത് നിങ്ങൾ ചോദിക്കേണ്ടത് ഗവൺമെൻറ് വക്താക്കളോടാണ്. ഞാൻ ഗവൺമെൻറ് വക്താവല്ല. പക്ഷേ നിങ്ങൾ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെടുത്തി ഈ നിയമന പ്രശ്നം കൈകാര്യം ചെയ്തപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് വെടിവെപ്പിൽ രക്തസാക്ഷിയായിട്ടുള്ള സഖാവ് റോഷൻ ഞങ്ങൾക്കൊപ്പം പ്രതിഷേധ പ്രകടനം, ഈ ലാത്തി ചാർജിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നതിനിടയിൽ ആണ് സഖാവ് റോഷൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. അന്ന് ഞങ്ങളാണ് വെടിയേറ്റ സഖാവ് റോഷനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഒരു കൂത്തുപറമ്പിലെ CPM പ്രവർത്തകനെന്ന നിലക്ക് ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഈ 3 പേരുകളിൽ
രണ്ടുപേരെ പറ്റിയും അന്ന് വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്, ആക്ഷേപങ്ങളുണ്ടായിട്ടുണ്ട്, കേസുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് DGP ആയി പരിഗണിക്കുമ്പോൾ ആ 3 പേരിൽ രവട ചന്ദ്രശേഖരനെയാണ് മന്ത്രിസഭ തീരുമാനിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ചാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ് വക്താക്കൾ പറയേണ്ടത്. കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്തിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലക്കൊക്കെ താങ്കളും ഇതിൻ്റെ ഒരു വിയോജിപ്പൊക്കെ അറിയിച്ചിരുന്നു ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതെന്തിനാ പറയേണ്ട ആവശ്യം? അതല്ലേ പറഞ്ഞ് അത് നിങ്ങൾ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുക. ഇത് ഒരു ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുന്ന നേരത്ത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കണം. അല്ല, ഗവൺമെൻറ് സംവിധാനം വേറെ, പാർട്ടി സംവിധാനം വേറെ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ സെൻകുമാറിനെ മാറ്റി അതുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞിരുന്നു. അത് DGP പദവികളിൽ ഒരാളെ മാറ്റാൻ വരെ അന്ന് സർക്കാർ വളരെ ധീരമായ ഒരു തീരുമാനം എടുത്തിരുന്നു. ഇപ്പോൾ ഈ കൂത്തുപറമ്പ് ഈ ആളുകളെ വെടിവെച്ച് കൊന്നതിൽ അന്ന് കൊലക്കേസ് ചുമത്തിയിരുന്ന ഒരാളെ വീണ്ടും DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ അത്തരത്തിലൊരു ചർച്ചയും നടക്കാതെയാണോ? അതായത് ഈ സെൻകുമാർ DGP ആയി പരിഗണിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടും പ്രവർത്തനവുമാണല്ലോ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത്. ഇത് നിങ്ങൾ പറയുന്നത് 10-25 കൊല്ലങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുള്ള വെടിവെപ്പ് സംഭവവുമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഹക്കീം ബത്തേരി എന്ന DYSPയുടെ നേതൃത്വത്തിലാണ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു രൂക്ഷതയുണ്ടായത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് വന്ന പ്രപ്പോസലുകൾ. തീരുമാനമല്ലേ, അപ്പോൾ പാർട്ടിയിൽ ഇത് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ? അല്ല, നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ വർഗീയ സംഘർഷമുണ്ടാവുന്ന കേരളം, വർഗീയ സംഘർഷമുണ്ടാവുന്ന കേരളത്തിൽ വർഗീയ സംഘർഷം ഇല്ലല്ലോ. നയപരമായ തീരുമാനം പാർട്ടി കൈക്കൊണ്ടു. RSS ആയാലും തിരക്കേടില്ല, പോപ്പുലർ ഫ്രണ്ടായാലും തിരക്കേടില്ല. വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് സംഘർഷമുണ്ടാക്കാൻ എല്ലാ ശക്തികളെയും ശക്തമായിട്ട് നേരിടണം. അതാണ് നയപരമായ തീരുമാനം. മറ്റല്ലാതെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകുന്നു, അവിടെ CPIM ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതല്ലോ ശരിയായിട്ടുള്ള രീതി. അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ പലരും വ്യാഖ്യാനിക്കുന്ന പാർട്ടി ഭരണം, സെൽഭരണം എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന് വേറെ വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിലക്കുള്ള പോലീസ് സംവിധാനം, അതാണ് പാർട്ടി തീരുമാനിക്കുന്നത്. ബാക്കിയൊക്കെ ഗവൺമെൻറ്റാണ്. ഉറപ്പുണ്ടോ CPM ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പോലീസിനെതിരെയൊക്കെ വലിയ അല്ല, അതിപ്പോൾ അത് ഇങ്ങനെ ഒരു ആരോപണ വിധേയനായ ഒരു കൂത്തുപറമ്പ് രക്തസാക്ഷി, കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വരുന്നത്, പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അല്ല, അത് ഈ ഒന്ന് ആദ്യം നിങ്ങൾ ഉന്നയിച്ചത് കൂത്തുപറമ്പ് വെടിവെപ്പ് 1994 നടന്നതാണ്. ഇനി അദ്ദേഹം ചുമതല ഏറ്റതിന് ശേഷം എടുക്കുന്ന നടപടികളല്ലേ, അത് അന്നേരത്തെ പറയാം. അന്ന് ഈ സമരത്തിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അന്ന് ഒരിക്കലും ഈ ഇടതുപക്ഷം ഇത്തരം ഒരാളെ അന്നത്തെ ഈ വെടിവെപ്പിന് ഉത്തരവിട്ട ഒരാളെ തന്നെ ആക്കിയത് ഇപ്പോൾ അന്ന് നേതൃത്വം കൊടുത്തൊരു നേതാവ് എന്ന നിലയ്ക്ക് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ വെടിവെപ്പുണ്ടായത് DYSP ഹക്കീം ബത്തേരി വന്നതിനെ തുടർന്നുള്ള സംഘർഷത്തിലാണ്. അന്ന് ഇദ്ദേഹത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സ്പോട്ടിലുണ്ട്. അന്ന് SP ആയിരുന്ന പത്മകുമാർ. അപ്പോൾ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന സംഘർഷ സ്ഥലത്തുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസർമാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അന്നത്തെ സംഭവത്തെപ്പറ്റി ഓർത്ത് ഞാൻ പറഞ്ഞത്. നിതിൻ അഗർവാളിനെതിരായിട്ടും ഞങ്ങളന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നു, കേസ് കൊടുത്തിരുന്നു. കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന കേസായിരുന്നു അത്. ആ കാര്യമാണ് ഞാൻ ഓർത്തെടുത്തത്. ഓക്കെ, സന്തോഷം.